ക്രിസ്മസ് എക്സാം ഒക്കെ അങ്ങനെ എന്തായി. നമ്മുടെ ലാസ്റ്റ് എക്സാം നമ്മൾ അടിപൊളിയായിട്ട് തകർത്ത് എല്ലാവരും എഴുതിയോ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് എക്സാം? അടിപൊളിയായിട്ട് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? പഠിച്ച കാര്യങ്ങളൊക്കെ വന്നോ? പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് തന്നെ മക്കൾക്ക് എഴുതാനായിട്ട് പറ്റുമോ എന്നുള്ളത് വേഗം നമ്മുടെ കമന്റ് ബോക്സിൽ പറയുമോ? അപ്പൊ നമ്മുടെ ലാസ്റ്റ് എക്സാം ആയ ഇംഗ്ലീഷും കൂടി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? നമ്മൾ എഴുതിയത് കറക്റ്റ് ആൻസർ ആണോ, എങ്ങനെയാ ആൻസർ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി അത് ഓർത്തിട്ട് ടെൻഷനൊന്നും ആവുമൊന്നും വേണ്ട. ഇനി നന്നായിട്ട് പറ്റിയില്ല, ചിലതൊക്കെ തെറ്റിപ്പോയിന്നുണ്ടെങ്കിലും വിഷമിക്കൊന്നും വേണ്ട, സാരമില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. അത് ഓർത്ത് ടെൻഷനോ വിഷമോ ഒന്നും വേണ്ട. ഇനി വരാനിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് പഠിക്കാം, അത്രയും ചിന്തിച്ചാൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ നമ്മുടെ ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് സെറ്റായി എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ചോദിച്ചെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി നമ്പർ 1 റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. ആ വലിയ പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിലെ ക്വസ്റ്റ്യൻസ് തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് ഉത്തരേത്. ഇനി പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാസേജിൽ തന്നെ നമുക്ക് വേണ്ടുന്ന ആൻസേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ടാവും, ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പാസേജ് വായിക്കാം. റീഡ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. മൈ നെയിം ഈസ് പിങ്കി. എന്റെ പേര് പിങ്കി എന്നാണ്. യെസ്റ്റർഡേ മൈ പപ്പ ബോട്ട് മീ എ ന്യൂ പെറ്റ്. ഇന്നലെ എന്റെ പപ്പ എനിക്ക് പുതിയൊരു പെറ്റിനെ വാങ്ങി തന്നു. ഇറ്റ് ഈസ് എ സ്മോൾ ഗോൾഡ് ഫിഷ്. എന്താണത്? ഒരു കുഞ്ഞു ഗോൾഡ് ഫിഷ് ആണ്. ഐ നെയിംഡ് ഇറ്റ് റൂബി. ഞാൻ അതിനെ റൂബി എന്ന് പേര് വിളിച്ചു. ഐ കീപ് ഹർ ഇൻ എ ബൗൾ. ഞാൻ അവളെ ഒരു ബൗളിലിട്ടാണ് വളർത്തുന്നത്. ഐ ഫീഡ് ഹർ എവറി മോർണിംഗ്. എല്ലാ രാവിലെയും ഞാൻ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്. ഇറ്റ് ലുക്സ് വെരി ഹാപ്പി ഓൾ ദ ടൈം. ഇപ്പൊ നോക്കിയാലും അവൾ നല്ല ഹാപ്പിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പിങ്കിക്കുട്ടി. പിങ്കിക്കുട്ടിക്ക് അച്ഛൻ എന്ത് ചെയ്തു? ഒരു പെറ്റിനെ വാങ്ങിക്കൊടുത്തു. അതാണ് നമ്മുടെ സ്മോൾ ഗോൾഡ് ഫിഷ്. ഇനി ഈ ഗോൾഡ് ഫിഷിനെ എവിടെയാ വളർത്തുക? ഈ ഒരു ബൗളിലാണ് വളർത്തുക. ഇനി എല്ലാ ദിവസവും ഫീഡ് ചെയ്യുകയും അതിന് ഭയങ്കര ഹാപ്പിയുമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സെറ്റായി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിങ്കീസ് പെറ്റ് ഈസ് എ ഡാഷ്. പിങ്കിയുടെ പെറ്റ് ആരാണ് മക്കളെ? നമുക്ക് ദേ പിക്ചറിലും അറിയാം, അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആരാണ് മക്കളെ പിങ്കിയുടെ പെറ്റ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഫിഷ്. അതൊരു മീനാണ് അല്ലെ. ഇനി അടുത്തത്, റൂബി ഈസ് എ ഡാഷ്. റൂബി ആരാണ്? റൂബി ആരാണ്? ഇവിടെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഫിഷ്, ഗേള്, ഡോഗ്. അതിൽ നിന്ന് എഴുതിയാൽ മാത്രം മതി. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനും പറ്റും, പിക്ചറിലും അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പൊ റൂബി ഈസ് എ ഫിഷ്. അതിന്റെ ആൻസറും ഫിഷ് എന്ന് തന്നെയാട്ടോ. ഫിഷ് ആണ്, മീനാണ്. റൂബി പേരിട്ടതല്ലേ, റൂബി എന്ന് പേരിട്ടതല്ലേ. ഹൂ ബോട്ട് ദ പെറ്റ്. ആരാണ് ആ പെറ്റിനെ വാങ്ങിക്കൊടുത്തത്? അപ്പൊ നമ്മുടെ പാസേജിലേക്ക് നോക്കുകയാണെങ്കിൽ, യെസ്റ്റർഡേ മൈ പപ്പ ബോട്ട് മീ എ ന്യൂ പെറ്റ്. ആരാ വാങ്ങിക്കൊടുത്തേ? പിങ്കിയുടെ പപ്പയാണ്. പിങ്കീസ് ഫാദർ അല്ലെങ്കിൽ പിങ്കീസ് പപ്പ എന്ന് തന്നെ എഴുതാം. പപ്പ എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. പിങ്കീസ് പപ്പ എന്ന് മാത്രം എഴുതിയാലും പ്രശ്നമല്ല, പിങ്കീസ് ഫാദർ എന്ന് എഴുതിയാലും പ്രശ്നമില്ല. ഓക്കെ, ഈസ് ഇറ്റ് ബിഗ് ഓർ സ്മോൾ? വലുതാണോ അതോ ചെറുതാണോ? അതിനും നമുക്ക് ഇതേ പാസേജിൽ തന്നെ നോക്കാം. ഇറ്റ് ഈസ് എ സ്മോൾ ഗോൾഡ് ഫിഷ്. കുഞ്ഞ ഗോൾഡ് ഫിഷ്. അവിടെ എന്താ തന്നിട്ടുള്ളേ? സ്മോൾ ഗോൾഡ് ഫിഷ് ആണ്. അപ്പൊ ഈസ് ഇറ്റ് ബിഗ് ഓർ സ്മോൾ? പിങ്കി കീപ്സ് ഹർ പെറ്റ് ഇൻ എ ഡാഷ്. പിങ്കി അവളുടെ പെറ്റിനെ എവിടെയാ സൂക്ഷിക്കുന്നത്? കൂട്ടിലിട്ടാണോ വളർത്തുന്നത്? മീനല്ലേ, കൂട്ടിലിട്ട് വളർത്താൻ പറ്റില്ല. അതിനും നമുക്ക് നമ്മുടെ പാസേജ് തന്നെ നോക്കാം. നോക്കിക്കേ, ഐ കീപ് ഹർ ഇൻ എ ബൗൾ. ഞാൻ അവളെ ഒരു ബൗളിലാണ്. ഇനി പോരെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പിക്ചറിൽ നോക്കിയാലും കാണാൻ പറ്റും, ഒരു ബൗളിലാണ് ആ കുഞ്ഞു മീൻ കിടക്കുന്നത് അല്ലെ. അപ്പൊ എന്താ നമുക്ക് നോക്കിയാ ഇവിടെ നമുക്ക് പോരാത്തിന് നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ടാങ്ക്, പോണ്ട്, ബൗള്. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഏതാണ്? ബൗള്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആക്ടിവിറ്റി എല്ലാവർക്കും സെറ്റായോ? നന്നായിട്ട് എന്റെ മക്കൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? അതിന്റെ മാർക്ക് ഫുള്ള് സെറ്റ് ആയിരുന്നുണ്ടെങ്കിൽ വേഗം നിന്ന് കമന്റ് ബോക്സിൽ പറയോ. ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ പറയൂ. ഇനി 1-2 തെറ്റിപ്പോയാലും വിഷമിക്കൊന്നും വേണ്ട. ശരിയായതൊക്കെ ഓടി വന്ന് എന്റെ മക്കൾ എഴുതിയ ഉത്തരങ്ങളൊക്കെ ഓടി വന്ന് പറയാവോ നമ്മുടെ കമന്റ് ബോക്സിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അങ്ങനെ ഫസ്റ്റ് ആക്ടിവിറ്റി സെറ്റായ സ്ഥിതിക്ക് അടുത്തത് ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ പഠിച്ചായിരുന്നു പിക്ചർ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ചോദിക്കുക. അപ്പൊ ഡിസ്ക്രൈബ് ദ പിക്ചർ. ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ആ പിക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒരു ട്രീ കാണാൻ പറ്റും. ട്രീ ഉണ്ട്, ബേർഡ് ഉണ്ട്. ഇനിയോ എങ്ങനെയാ ട്രീ?
മാംഗോസ്, ഫുൾ ഓഫ് മാംഗോസ് ആണ്, ഒരുപാട് മാങ്ങകളുണ്ട്. ഇനിയോ ഒരു നെസ്റ്റ് ഉണ്ട്, കിളിക്കൂടുണ്ട്. ഇനിയോ ഫ്ലൈയിങ് ബേർഡ് ഉണ്ട്, പറന്നു പോകുന്നൊരു ബേർഡ് ഉണ്ട്. ഇനിയോ ചിൽഡ്രൻസ്, കുട്ടികളെ കാണാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം ഇതൊക്കെ ശ്രദ്ധിക്കണം, ചിൽഡ്രൻ. ഇനിയോ ദെൻ അടുത്തതോ ചിൽഡ്രൻ, കുട്ടികളുണ്ട്. ഇനി പിന്നെയോ അവരെന്താ ചെയ്യുന്നേ? റീഡിങ് ബുക്ക് വായിക്കുകയാണ് അവര്. പിന്നെ അന്തരീക്ഷം എങ്ങനെയാ? നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ്. താഴെ കുറേ മാങ്ങകളൊക്കെ വീണ് കിടപ്പുണ്ട്. ഇതൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പിക്ചർ ഡിസ്ക്രിപ്ഷൻസ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതൊരു നല്ല മനോഹരമായ പിക്ചർ ആണ് നമുക്ക് പറയാം. ഓക്കെ, പിന്നീട് എന്താ നമുക്ക് എഴുതാം? ദർ ഇസ് എ ട്രീ. ട്രീയിൽ എങ്ങനെയാ? full of mangoes, നിറയെ മാങ്ങകളാണ്. In the tree there is a bird nest with 2 little birdies. എങ്ങനെയാ? കുഞ്ഞു 2 കിളിക്കുഞ്ഞുങ്ങളും കൂടിയുണ്ട്. A bird is flying in the sky. In the under of the treeയുടെ താഴെയായിട്ട് 2 children are reading സ്റ്റോറി ബുക്ക് എന്ന് എഴുതാം. നമുക്ക് സ്റ്റോറി ബുക്ക് ആണെന്ന് പറയാം. സ്റ്റോറി ബുക്ക്, റീഡിങ് ദ സ്റ്റോറി ബുക്ക്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പിക്ചർ ഡിസ്ക്രിപ്ഷൻ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എന്തൊക്കെയാണോ നമ്മൾ അവിടെ കാണുന്നത് ആ കാര്യങ്ങൾ മാത്രം കോട്ട് ചെയ്യുക, അത് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആയി. ഓക്കെ, അപ്പൊ സെറ്റ് ആയോ? പിക്ചർ ഡിസ്ക്രിപ്ഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റിയ കാര്യമാണ്. അപ്പൊ അതെല്ലാവരും എഴുതിയോ? എങ്ങനെയാ എന്റെ മക്കൾ എഴുതിയെന്നുള്ളത് താഴെ വന്ന് എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യോ? വേഗം വന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ പറയുമോ? അങ്ങനെയെങ്കിൽ അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ? അടുത്തത് കോൺവേഴ്സേഷൻ ആണ്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള കോൺവേഴ്സേഷൻ നോക്കി. അത്തരത്തിലൊരു കോൺവേഴ്സേഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ആഫ്റ്റർ ദ ജംഗിൾ ഫൈറ്റ് ദ ഡ്രമ്മർ മെറ്റ് ദ കിങ് അറ്റ് ദ പാലസ്. ഡ്രമ്മർ എന്ത് ചെയ്തു? ജംഗിൾ ഫൈറ്റിനൊക്കെ ശേഷം ഡ്രമ്മർ എന്ത് ചെയ്തു? രാജാവിനെ കൊട്ടാരത്തില് വന്നു, രാജാവിനെ കണ്ടു. കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ ഡ്രമ്മർ. കിങ്ങും ഡ്രമ്മറും തമ്മിലുള്ള കോൺവേഴ്സേഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ രാജാവ് ആദ്യം ചോദിക്കുകയാണ്, ഹു ഇസ് ദ വിന്നർ? ആരാണ് വിന്നർ? രാജാവിന് അത് അറിയാൻ തിടുക്കായിട്ടാണല്ലോ വിട്ടത്. രാജാവിന് വേണ്ടിയിട്ടല്ലോ, ഒരു പെറ്റിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഹു ഇസ് ദ വിന്നർ? ആരാണ് ജയിച്ചത്? അപ്പൊ എന്താ നമ്മുടെ ഡ്രമ്മർ പറയാം? ക്യാറ്റ് ഇസ് ദ വിന്നർ യുവർ മജസ്റ്റി. എന്താ പറഞ്ഞത്? ക്യാറ്റ് ഇസ് ദ വിന്നർ യുവർ മജസ്റ്റി. ക്യാറ്റ് ആണ് വിന്നർ. എന്താ? പ്രഭുവേ എന്ന് വിളിക്കില്ല, അതിനെ യുവർ മജസ്റ്റി എന്ന് പറയുന്നത്. യുവർ ഹൈനസ്, യുവർ മജസ്റ്റി, യുവർ ലോർഡ് അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പൊ ക്യാറ്റ് ആണല്ലയോ പ്രഭുവേ, ക്യാറ്റ് ആണ് വിജയിച്ചിരിക്കുന്നത്. രാജാവിന്റെ അടുത്തല്ലേ. അപ്പോ ഹൂസ് ദ ലോസർ? ആരാണ് അപ്പൊ തോറ്റതാരാ? അവസാനം തോറ്റത് ആരാണ്? അപ്പൊ എന്താ പറയാ? ദ ഫോക്സ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? തൊട്ട് താഴെയുള്ള ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതേ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ തയ്യാറാക്കാനായിട്ട്. അപ്പൊ ഇവിടെ ദ ഫോക്സ് തന്നു. അപ്പൊ എന്താ? ഫോക്സ് തോറ്റുപോയതല്ലേ. അപ്പൊ എന്താ പറയുക? ഹു ഇസ് ദ ലോസർ? ഹു ഇസ് ദ ഫൈനൽ ലോസർ? അല്ലെങ്കിൽ ഹു ഇസ് ദ ലോസർ? ആരാണ് തോറ്റുപോയത് എന്ന് ചോദിക്കാം. അപ്പൊ ദ ഫോക്സ്. അപ്പൊ എന്നിട്ട് രാജാവ് എന്ത് ചെയ്തു? താഴെ ശ്രദ്ധിച്ചോണം, താഴത്തെ എക്സ്ചേഞ്ച് ഇവിടെ തന്നിട്ടുണ്ട്. ഹി ഈസ് ഹിയർ, ഐ ഷാൽ കോൾ ഹിം. അവൻ ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. അപ്പൊ അതാരായിരിക്കും? കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തോറ്റ ആൾക്കാരെ കൊണ്ടുവരില്ലല്ലോ, ജയിച്ച ആളെയാണ് രാജാവിന്റെ പെറ്റായിട്ട് കൊണ്ടുവരാ. അപ്പൊ രാജാവ് എന്തായിരിക്കും സ്വാഭാവികമായി ചോദിക്കുക? വേർ ഇസ് ദ വിന്നർ? എവിടെ എന്റെ വിന്നർ? ചോദ്യമാണ്, ശ്രദ്ധിച്ചോണം, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോ എന്ത് ചെയ്യാ? നമുക്ക് അവിടെ ഒരു ചോദ്യമായിട്ട് എഴുതാം, വേർ ഇസ് ദ വിന്നർ? എവിടെ? വിജയ് എവിടെ? അപ്പോ ഹി ഈസ് ഹിയർ, ഐ ഷാൽ കോൾ ഹിം. ഇവിടെ ഉണ്ട്, ഞാൻ അവനെ വിളിക്കാം. The cat will be my pet. രാജാവ് എന്ത് പറഞ്ഞു? ക്യാറ്റ് ആണ് എന്റെ പെറ്റ്. The cat will be my pet. അപ്പൊ ഈ കോൺവെർസേഷൻ എല്ലാവർക്കും സെറ്റ് ആയോ? നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം, കാരണം നമുക്ക് ബാക്കി എക്സ്ചേഞ്ചുകളൊക്കെ തന്നിട്ടുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. നമുക്ക് ഫുൾ അവിടെ ഇവിടെയൊക്കെ ക്ലൂ തന്നിട്ടാണ്. നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ ഫിൽ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? നമ്മുടെ ഡ്രമ്മറും കിങ്ങും തമ്മിലുള്ള കോൺവെർസേഷൻ ആക്ടിവിറ്റി നമ്പർ 3. അങ്ങനെയെങ്കിൽ അടുത്ത ആക്ടിവിറ്റി നോക്കാം നമുക്ക്. അടുത്ത നമ്മുടെ ആക്ടിവിറ്റി നമ്പർ 4 ക്രോസ് വേർഡ് പസിലാണ് കേട്ടോ. 4ാമത്തെ ആക്ടിവിറ്റി ക്രോസ് വേർഡ് പസിൽ. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. താഴെ ക്ലൂവും തന്നിട്ടുണ്ട്. താഴെ ക്വസ്റ്റ്യൻസ് ഡൗൺ എക്രോസ്, ഡൗൺ താഴേക്കും എക്രോസ് ഇതേ സൈഡിലേക്കുമായിട്ടുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഫിൽ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ ഈ ക്രോസ് വേർഡ് പസില്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. Read the hints below and complete the crossword puzzle. താഴെയുള്ള ഹിൻസ് നോക്കുക, എന്നതിന് ശേഷം ഈ ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. One has done for you. ഒരെണ്ണം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. I am the biggest animal on land. I can dash.
ഞാനാണ് എവിടുത്തെ ലാൻഡിലെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ആനിമൽ. എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബിഗസ്റ്റ് ആനിമൽ ആരാണ് മക്കളെ? ഇനി ഇവിടെ തന്നിരിക്കുന്നത് ക്ലൂ നോക്കാം. ട്രംപറ്റ് ആണ്. ട്രംപറ്റ് ആരാ? ആനയല്ലേ, ആന. അപ്പൊ ആന എങ്ങനെയാ? ദ ബിഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആരാണ്? ആനയാണ്. എലിഫന്റ് ആണ്. അപ്പൊ എലിഫന്റിന്റെ സൗണ്ട് എങ്ങനെയാ? ട്രംപറ്റ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം താഴെയുള്ളതൊക്കെ ഏകദേശം സൗണ്ടുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. മിസ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്, ബാക്കി നമുക്ക് പറഞ്ഞുതരാം. ഐ ആം ദ ഡൗൺ, താഴേക്കാണ്. I am the king of the forest. I can dash. I am the king of the forest. ഞാൻ കാട്ടിലെ രാജാവാണ്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ലയൺ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരാ കാട്ടിലെ രാജാവ്? ഉത്തരം പറഞ്ഞു അല്ലെ? ലയൺ ആണ് കാട്ടിലെ രാജാവ്. ലയൺ എന്ത് ചെയ്യാനാ കഴിയാ? റോർ, ഗർജന അല്ലെ? റോറാണ്, ഗർജിക്കുകയാണല്ലേ. ലയൺ എന്താ ചെയ്യാ? റോർ, ഗർജനമാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യും? നമ്മുടെ 1 എന്ന നമ്പർ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. 1 എന്ന നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. എന്നതിന് ശേഷം ഇവിടെ ഡൗൺ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താഴേക്കാണ് എഴുതേണ്ടത്. അപ്പൊ 6 നമ്മൾ കണ്ടുപിടിച്ചു. ബാക്കി നമ്മൾ എഴുതിയാൽ മതി. റോറിന്റെ സ്പെല്ലിംഗ് ROAR, റോർ. താഴേക്ക് സെറ്റ് ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് രണ്ടാമത്തതും ഡൗൺ ആണ്. അവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അതാണ് ഹോഴ്സ് ആണ്, നമ്മുടെ കുതിരയാണ്. കുതിരയുടെ സൗണ്ട് എങ്ങനെയാ? ഐ ക്യാൻ നെയ്. ഓക്കെ, എന്താ? നെയ്യാണ്. അപ്പൊ രണ്ടാമത്തത് എവിടെയെന്ന് നോക്കുക. രണ്ടാമത്തെ ക്ലൂ തന്നിട്ടുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. രണ്ടാമത് നമുക്ക് ഇവിടെ എന്നും ഈ നമ്മുടെ ട്രംപറ്റിന്റെ ഈയും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ജിയും തന്നിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നമുക്കറിയാം നെയ്യാണ് എന്ത് ചെയ്യാ? നമ്മുടെ ഹോഴ്സിന്റെ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോ NEIGH, നെയ്. ഓക്കെ, അപ്പൊ താഴേക്കാണ് എഴുതേണ്ടത്. അതും സെറ്റായോ? അതിനുശേഷം അടുത്തത് മൂന്നാമത്തത് എക്രോസ് ആണ്. അതായത് ഇങ്ങോട്ടേക്കാണ് നമ്മൾ എഴുതേണ്ടത്. ഇങ്ങോട്ടേക്കാണ് എഴുതേണ്ടത്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണെന്ന്. മൂന്നാമത്തെ നോക്കാം. ഐ ആം എ ഡാഷ് ഐ ക്യാൻ മിയാവ്. ഐ ആം എ ഡാഷ് ഐ ക്യാൻ മിയാവ്. ഞാനൊരു ഡാഷ്. ആരാണ്? അപ്പൊ അതാരാണെന്ന് മൂന്നാമത്തെ നമ്പർ നോക്കാം. 3 കണ്ടുപിടിച്ചു. അവിടെ ആദ്യം നമുക്ക് സീന്ന് തന്നിട്ടുണ്ട്. മിയാവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോ ഡൗട്ട് ആരായിരിക്കും? CAT, ക്യാറ്റ്. ഓക്കെ, ക്യാറ്റ് നമ്മുടെ പൂച്ചക്കുട്ടിയാണ്. നാലാമത്തെ ഐ ആം എ ഡോങ്കി ഐ ക്യാൻ ഡാഷ്. അപ്പൊ ഡോങ്കിയുടെ സൗണ്ട് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇനി നാലാമത്തെ നമ്പർ കണ്ടുപിടിക്കുന്ന അവിടെ B തന്നിട്ടുണ്ട്. ഡോങ്കിയുടെ സൗണ്ട് എന്ന് പറയുന്നത് ബ്രേ എന്നാണ്. ഡോങ്കിയുടെ സൗണ്ട് BRAY, ബ്രേ. ഇനി ലാസ്റ്റ് വൺ, ഐ ആം എ ബെയർ. ഞാനൊരു കരടിയാണ്. ഐ ക്യാൻ ഡാഷ്. അപ്പോ അഞ്ചാമത് നോക്കാം. അഞ്ചാമത് G തന്നിട്ടുണ്ട്. കരടി എങ്ങനെയാ? ഗ്രൗൾ ആണ് കേട്ടോ. ഗ്രൗൾ, GROWL, ഗ്രൗൾ. സെറ്റായോ? അപ്പൊ ക്രോസ് വേർഡ് ബസ്സിൽ ചെറുതായിട്ട് എന്റെ മക്കളെ ഒന്ന് കുഴപ്പിച്ചിട്ടുണ്ടാവും. സിമ്പിൾ ആണ്, പക്ഷെ എന്നാലും കണ്ടുപിടിച്ച് എഴുതാനായിട്ട് ചെറുതായിട്ടൊന്ന് കുഴപ്പിച്ചിട്ടുണ്ടാകും. ചിലപ്പോ തെറ്റിയോ ശരിയാണോ എന്നുള്ളത് എന്റെ മക്കള് വേഗം തന്നെ ഈ കമന്റ് ബോക്സിൽ പറയോ. ശരിയാക്കിയോ, ശരിയായെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവോ? ഓക്കെ, അതൊന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ, ശരിയാക്കിയോ എന്നുള്ളത്. ക്രോസ് വേർഡ് ബസ്സിൽ ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. കണ്ടുപിടിച്ച് എഴുതാനായിട്ടൊരു ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ട്. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇതിവിടെ അപ്ലൈ ചെയ്ത് എഴുതാനാണ് ചിലപ്പോൾ എൻ്റെ മക്കൾക്ക് പാടായിട്ടുണ്ടാവുക. ഇവിടെ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് എഴുതാനായിരിക്കും ചിലപ്പോൾ പാടായിട്ടുണ്ടാവുക. എങ്ങനെയായിരുന്നു? എല്ലാവർക്കും സെറ്റായോ? പറയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ നാലാമത്തെ ആക്ടിവിറ്റിയും കഴിഞ്ഞു. ഇനി അഞ്ചാമത്തത്. ഓക്കെ, അഞ്ചാമത്തതാണ് നെയിം ദ റൂംസ്. മുറികളുടെ പേര് പറയാനാണ്. ഓക്കെ, സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. സാം ആൻഡ് ലിസി ആർ വിസിറ്റിംഗ് അങ്കിൾ ടോം ആൻഡ് ആന്റ് ബെറ്റീസ് ഹൗസ്. സാമും ലിസിയും കൂടി എന്ത് ചെയ്യുക? പിക്ചർ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ സാമും ലിസിയും ആന്റ് ബെറ്റി ഉണ്ട്. ഇവരെന്ത് ചെയ്തു? നമ്മുടെ സാമും ലിസിയും കൂടെ അങ്കിൾ ടോമിന്റെയും ആന്റ് ബെറ്റിയുടെയും വീട് വിസിറ്റ് ചെയ്യാനായിട്ട് പോയി. ഹൗസ് വിസിറ്റിങ്ങിന് പോയി. ആന്റ് ബെറ്റി ഈസ് ഷോയിങ് ദം ദ റൂംസ് ഓഫ് ഹർ ഹൗസ്. എന്ത് ചെയ്യാം? ദ റൂംസ് ഓഫ് ഹർ ഹൗസ്. എന്ത് ചെയ്യുക? അവരുടെ വീട്ടിലെ റൂമുകളൊക്കെ ഇവരെ രണ്ടുപേരും സാമിനെയും ലിസിനെയും ഓടി നടന്ന് കാണിച്ചു. Look at the pictures given below and complete the sentences. അപ്പൊ നമുക്ക് താഴെ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സ് കണ്ട് അതിന്റെ തൊട്ട് താഴെ സെന്റൻസ് ഉണ്ട്. അത് കംപ്ലീറ്റഡ് അല്ല, അത് കംപ്ലീറ്റ് ആക്കണം നമ്മൾ. ഓക്കെ, അപ്പൊ നോക്കിയാലോ. റെഡി? ഫസ്റ്റ് വൺ,
ഫസ്റ്റ് വൺ നമുക്കൊരു റൂം തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെയുണ്ട്? ഒരു ഷെൽഫും ഒരു ടീപ്പോയും TV, ക്ലോക്ക്, ഒരു സോഫ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ TV ഒക്കെ നമ്മൾ എവിടെയായിരിക്കും വെക്കുക? TVയും സോഫയും ടീപ്പോയും ഒക്കെ എവിടെയാ? ടീപ്പോയും ഒക്കെ എവിടെയാ നമ്മൾ വെക്കുക? ഫസ്റ്റ് നമ്മൾ ഗസ്റ്റ് ഒക്കെ വന്ന നമ്മൾ കയറി ചെല്ലുന്ന റൂം അല്ലെ, അത് ഏതായിരിക്കും? നമ്മുടെ ഡ്രോയിങ് റൂം ആണ് അല്ലെ. അപ്പോ ദിസ് ഈസ് അവർ ഡാഷ്, പ്ലീസ് സിറ്റ് ഹിയർ. ദിസ് ഈസ് അവർ ഡ്രോയിങ് റൂം. നമ്മൾ വരുന്ന ഡ്രോയിങ് റൂം അല്ലെങ്കിൽ ലിവിംഗ് റൂം, ഹാൾ എന്നൊക്കെ പറയാം. ഡ്രോയിങ് റൂം. ഓക്കെ, പ്ലീസ് സിറ്റ് ഹിയർ. അവിടെ ഇരുന്നു. ഇനി നോക്കിക്കേ, അടുത്ത പിക്ചർ ശ്രദ്ധിച്ചിട്ടേ. രണ്ടാമത്തെ പിക്ചർ ശ്രദ്ധിച്ചോ. രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്? ഒരു സ്റ്റൗ, ഗ്യാസ് സ്റ്റൗ ഉണ്ട്, കലം, അപ്പച്ചട്ടി ഉണ്ട്, പിന്നെ എന്തൊക്കെയോ പാത്രങ്ങൾ, എന്തൊക്കെയോ യൂട്ടൻസിൽസ് ഉണ്ട്. മുകളിൽ എന്തൊക്കെയോ ടിന്നുകളുണ്ട്, ഒരു സ്റ്റാൻഡും കുറച്ച് ടിന്നും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെയായിരിക്കും? സ്റ്റൗ, ഗ്യാസ് സ്റ്റൗ ഉള്ളത് എവിടെയായിരിക്കും? ഗ്യാസ് സ്റ്റൗവും അതുപോലെ അതിന് മുകളിൽ സാധനങ്ങളും ഒക്കെ വെക്കുന്നത് നമ്മൾ എന്തായാലും ബെഡ്റൂമിലൊന്നും കൊണ്ടുവയ്ക്കില്ലല്ലോ. എവിടെയായിരിക്കും? സി ഹൗ ഈസ് ആർ എന്താ? കിച്ചൺ. യെസ്, കിച്ചൺ, അടുക്കള. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കിച്ചൺ എന്ന് ചോദിക്കാം. ദെൻ അടുത്ത റൂം നോക്കുകയാണെങ്കിൽ ഒരു ടേബിളും കുറച്ച് ചെയേഴ്സും ഉണ്ട്. ദെൻ ഒരു ചെറിയൊരു വിൻഡോയും കുറച്ച് പ്ലേറ്റ്സും പിന്നെ ജഗ്ഗും വാട്ടറും ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഒരു ടേബിളും ഒരു 3-4 കസേരയും ഉണ്ട്, ഒരു 3-4 ചെയേഴ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും? ഈ റൂം ഏതായിരിക്കും? വി ഈറ്റ് ഹിയർ. ഇനി പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെയാണ്. ദിസ് ഈസ് അവർ ഡാഷ്. എന്താ പറഞ്ഞേ? ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഇവിടെയാണ്. ദിസ് ഈസ് അവർ ഡാഷ്. എന്തായിരിക്കും അപ്പൊ അത്? ദിസ് ഈസ് അവർ ഡൈനിങ് ഹാൾ. യെസ്, അല്ലെങ്കിൽ ഡൈനിങ് റൂം എന്ന് പറയാം. ഡൈനിങ് റൂം. യെസ്, ഡൈനിങ് റൂം. ഓക്കെ, അത് സെറ്റായി. ഇനി അടുത്ത നോക്കിയാണെങ്കിൽ ഒരു റൂം തന്നിട്ടുണ്ട്. അപ്പൊ റൂം എന്താണ്? അവിടെ ഒരു എന്തൊക്കെയാ ഉള്ളേ നോക്കിക്കേ. ഈ റൂമിൽ എന്തൊക്കെയാ എന്റെ മക്കൾക്ക് കാണാനായിട്ട് പറ്റുന്നത്? യെസ്, അവിടെ ഒരു കട്ടിലുണ്ട്, കട്ടിലും ഒരു കർട്ടൻ, ഒരു വിൻഡോ ഉണ്ട്, സൈഡിലൊരു ടേബിളും ഒരു ഫ്ലവർ പോട്ട് ഒക്കെ ഉണ്ട്, പിന്നെ കട്ടിലും ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും അറിയാം. ഈസ് ദിസ് യുവർ ഡാഷ്? ലിസി ചോദിച്ചു, ഈസ് ദിസ് യുവർ ഡാഷ്? അപ്പൊ എന്തായിരിക്കും പറയാ? ഈസ് ദിസ് യുവർ ബെഡ്റൂം? യെസ്, ഇത് നിങ്ങളുടെ ബെഡ്റൂം ആണോ? ലിസി ചോദിച്ചു. ദെൻ ലാസ്റ്റ് വൺ എന്തായിരിക്കും? ഒരു ബക്കറ്റ് ഉണ്ട്, ഒരു ടാപ്പ്, ഷവർ, സോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് എവിടെയായിരിക്കും? ബക്കറ്റും ടാപ്പും ഷവറും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഏതായിരിക്കും അല്ലേ? ഏതായിരിക്കും മക്കളെ? ആൻഡ് യുവർ ഡാഷ് ഇസ് ക്ലീൻ. യുവർ ബാത്റൂം എന്താ പറയാ? ബാത്റൂം ആണത്. ബാത്റൂം ഈസ് ക്ലീൻ. സെറ്റ് സാം. വളരെ വൃത്തിയാണല്ലോ എന്താ പറയും? സെറ്റ് സാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ 5 ആക്ടിവിറ്റീസും അടിപൊളിയായിട്ട് എന്റെ മക്കൾക്ക് ചെയ്യാനായിട്ട് പറ്റിയോ? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയോ? ഇനി അല്ല, അങ്ങനെ ആയില്ല മിസ്സേ, കുറെയൊക്കെ തെറ്റിപ്പോയെങ്കിലും വിഷമിക്കൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, ആ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറ്റുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്തു. അപ്പൊ അത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. നന്നായിട്ട് ചെയ്തെങ്കിലും ഓക്കെ ആണ്. അപ്പൊ അത് എന്ത് ചെയ്യാ? അടിപൊളിയായിട്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാം. അപ്പൊ അതെങ്ങനെയാണെന്നല്ലേ, ഇന്ന് വൈകിട്ട് താഴെ കാണുന്ന സമയത്ത് ഒരു ഇവന്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം നമ്മുടെ ഇവന്റിനൊക്കെ അറ്റൻഡ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഇനി എന്ത് പ്ലാൻ ചെയ്യാൻ നോക്കാം. അപ്പൊ അതേ വേഗം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഒക്കെ അറ്റൻഡ് ചെയ്തോ? എല്ലാം സെറ്റ് ആയിരുന്നു എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയോ. സെറ്റായി, ഹാപ്പി ആയി, ക്രിസ്മസ് ആഘോഷിക്കാൻ റെഡി ആയെന്നുണ്ടെങ്കിൽ വേഗം ബസ്സിന് കുറച്ച് മേരി ക്രിസ്മസും അതുപോലെ വൈറ്റ് ഹാർട്ട്സും ഒക്കെ തരാമോ? വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ. യെസ്, വൈറ്റ് ആൻഡ് റെഡ്. നമ്മുടെ റെഡ് ഹാർട്ടും അതുപോലെ തന്നെ മിസ്സിന് ഹാർട്ട് ഇവിടെ ശരിയാവുന്നില്ല. ഓക്കെ, ഇതുപോലെ റെഡും പിന്നെ കുറച്ച് വൈറ്റ് ഹാർട്ട്സ് കാണില്ലല്ലോ. ഓക്കെ, റെഡ് ഹാർട്ട്സും ഒക്കെ തരാമോ? വേഗം തന്നെ തരാമോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് ടാറ്റ ബൈ പറയാം. ഓക്കെ, താങ്ക് യു.